ഹലോ ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബബിത. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ്. എന്താണ് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക എന്നത്? അത് നമുക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാം, അതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫോർഗീവ്നെസ് എന്നാൽ ക്ഷമിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക എന്നാണ് അർത്ഥം. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായ ദേഷ്യം, കോപം, വിരോധം, പകയൊക്കെ വരും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ തന്നെ തകർക്കും. നമ്മുടെ മനസ്സിനെ അത് വിഷമയമാക്കും, നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും. അയാളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം വല്ലാത്തൊരു ദേഷ്യം മനസ്സിൽ വന്ന് നിറയും. ചിലർക്ക് അതുകൊണ്ട് ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, ഉറക്കം നഷ്ടപ്പെടാം. അപ്പോൾ ഈ ചിന്തകളെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗമാണ് അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്നത്. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയത് ജേർണലിംഗ് ചെയ്തപ്പോഴാണ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ ആ വേദനയിൽ ഞാൻ കുടുങ്ങി നിൽക്കില്ല, അതിനെ മറികടക്കും എന്ന് ഉറപ്പിക്കുക മനസ്സിൽ. എത്രയും പെട്ടെന്ന് നിങ്ങളെ വേദനിപ്പിച്ച സംഭവത്തെക്കുറിച്ച് വിശദമായി എഴുതുക. ഞാനങ്ങനെ എഴുതുമ്പോൾ ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള സൊല്യൂഷനും എനിക്ക് ലഭിക്കാറുണ്ട്. എത്രത്തോളം എഴുതുന്നുവോ അത്രയും അത് നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കുകയും ചെയ്യും. അതിൽ നിങ്ങളെ ഈ പ്രശ്നം എങ്ങനെ ബാധിച്ചു, നിങ്ങൾ എന്താണ് പഠിച്ചത്, എങ്ങനെ മുന്നോട്ട് പോകാം എന്നെല്ലാം വിശദമായി കുറിക്കുക. ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിലെ ഭാരങ്ങളെല്ലാം കുറഞ്ഞു വരികയും അത് മറികടക്കാനുള്ള സൊല്യൂഷൻ തെളിഞ്ഞു വരികയും ചെയ്യും. എഴുതിയതിന് ശേഷം ആ പേപ്പർ ഒരിക്കലും വായിച്ചു നോക്കരുത്, അപ്പോൾ തന്നെ കത്തിച്ചു കളയുക. അതോടൊപ്പം ആ ഭാരം നമ്മെ വിട്ടൊഴിഞ്ഞ് യൂണിവേഴ്സിലോട്ട് പോയതായി ഉറപ്പിക്കുക. ഇനി അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടത് യൂണിവേഴ്സാണ്. നിങ്ങൾ പിന്നീട് ഒരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് ചെയ്ത വ്യക്തിയോട് ക്ഷമിച്ച് അവർക്ക് മനസ്സിൽ നിന്നും മാപ്പ് നൽകാൻ കഴിയും. ഇനി നമുക്ക് മറ്റൊരാളോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തിയും സമാധാനവും ലഭിക്കും. പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നില്ല. നമ്മൾ ആ സംഭവമേ മറന്നുപോയിട്ടുണ്ടാകും. ക്ഷമ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും പുതിയ തുടക്കം നൽകാനും നമ്മളെ സഹായിക്കുന്നു. ഫോർഗീവ്നെസ്സിന് വളരെയധികം ശക്തിയുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ഭാരത്തിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നമ്മളെ പോസിറ്റീവായി നിലനിർത്തുന്നു. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത ക്ലിയർ ആക്കി തരുന്നു നമുക്ക്. മറ്റൊന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ല കർമ്മഫലവും മോശം ചെയ്താൽ മോശം കർമ്മഫലവും ലഭിക്കും. അപ്പോൾ മറ്റൊരു വ്യക്തി ചെയ്ത മോശം കർമ്മഫലത്തിൻ്റെ പിന്നിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുത്ത് നമ്മുടെ നല്ല കർമ്മഫലത്തിനായി പ്രവർത്തിക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ കർമ്മഫലം നമുക്ക്, അവരുടേത് അവർക്ക്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മറിച്ച് പറയുന്നവരോടെല്ലാം ക്ഷമിച്ചു കൊടുത്ത് നിങ്ങളുടെ നല്ല നാളേക്കായി പ്രവർത്തിക്കുക. അത് തീർച്ചയായും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും.